ഇപ്പോൾ അതായത് ഞാൻ കുറേ ലോകം കണ്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന നാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയാണ്. കാരണം ഇത്രയും വെറൈറ്റി. പിന്നെ രണ്ട്, നമ്മൾ ഈ ആധുനികതയുടെ അങ്ങേറ്റം മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കാണും ചിലപ്പോൾ. അത് തീർച്ചയായിട്ടും തനി ഗ്രാമീണതയുടെയും എല്ലാ റിയൽ ലൈഫ് എക്സ്പീരിയൻസും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പോലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമുണ്ട്. എന്നാൽ മോഡേണൈസേഷൻ്റെ കാഴ്ചകളുമുണ്ട്. ഭക്ഷണത്തിൻ്റെ വൈവിധ്യമുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ, കൃഷിയുടെ, അവരുടെ ഗോത്രജീവിതങ്ങളുടെ ഒക്കെ വെറൈറ്റി കാഴ്ചകൾ, അനുഭവങ്ങൾ തരുന്നതാണ് ഇന്ത്യ. അത് ലേ ലഡാക്കിൽ കാണുന്നതല്ല കാശ്മീർ കന്യാകുമാരി കാണുന്നത്, നമ്മൾ അരുണാചൽ പ്രദേശിൽ കാണുന്നതല്ല ഗുജറാത്തിൽ കാണുന്നത്. അപ്പം ഇതും മനുഷ്യർ, അവരുടെ സംസ്കാരങ്ങൾ, ജീവിത രീതി, ഭക്ഷണ വൈവിധ്യം, ഇതെല്ലാം ടോട്ടലി ഡിഫറൻ്റ് അല്ലേ? അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനത്തെ സാധനം ലോകത്തില്ലല്ലോ. പിന്നെ ഉള്ളത്, നമ്മളിപ്പോൾ ചൈനയിൽ ചെന്നാൽ പോലും ചൈനയിലെ മനുഷ്യർ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഭാഷയൊക്കെ അവിടെ വ്യത്യാസമുണ്ട്. മൻഡാരിനല്ല എല്ലായിടത്തും സംസാരിക്കുന്നത്, എല്ലായിടത്തും ഒരേതരം ഭക്ഷണമല്ല. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. 10-60 എത്നിക് ഗ്രൂപ്പുകളുണ്ട് ചൈനയിൽ. നമ്മൾ നോക്കുമ്പോൾ എല്ലാം ചൈനക്കാർ ഒരേപോലെ ഇരിക്കും തോന്നുമെങ്കിൽ ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചൈനയിൽ അടുത്ത ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നൊരു രാജ്യം ഇതൊക്കെയാണെങ്കിലും ചൈനയാണ്. കാരണം ചൈനയും ഇതുപോലെ തന്നെ ധാരാളം വൈവിധ്യമുള്ളതാണ്.